ഒരു തരത്തിലും പറയുകയാണെങ്കിൽ മലങ്കൾട്ടായിട്ട് പോലും കൺസിഡർ ചെയ്യാൻ പറ്റാത്ത ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ടോർച്ചറിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വൃത്തികെട്ട സിനിമയായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ധ്യാനേട്ടൻ്റെ പുതിയൊരു ബോംബ് പടത്തിലേക്ക് സ്വാഗതം. കേരളക്കരയുടെ വൺ ആൻഡ് ഒൺലി ബോംബ് സ്റ്റാർ യെസ് ഗൈസ് അഭിനയിക്കുന്ന ഏത് പടവും ബോംബ് പോലെ പൊട്ടിക്കുന്ന ബോംബ് ഹീറോ. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ വെറുതെ ഒരു പാട്ട്. കാരണം പ്രൊഡ്യൂസറുടെ കീശ നമുക്ക് എങ്ങനെയെങ്കിലും കാലിയാക്കണമല്ലോ. അപ്പോൾ ധ്യാനേട്ടന്റെ ഡാഡി മുകേഷ് ഏട്ടൻ ഒരു തികഞ്ഞ സംസ്കാര സ്നേഹിയാണ്. പക്ക ഓർത്തഡോക്സ് മതസ്നേഹി. ചാണകത്തോടും ഗോമൂത്രത്തോടും പശുവിനോടും മാത്രമാണ് അദ്ദേഹത്തിന് സ്നേഹം. എന്നാ ചോറിന് പകരം കുറച്ച് ചാണകം വാരി തിന്നാൻ പറ. ഓർഗാനിക് ഗോമൂത്രം ഇറങ്ങിയിട്ടുണ്ട്, നല്ല റിസൾട്ടാണ് ആൾക്കാർ പറയുന്നത്. 2 ലിറ്റർ എടുക്കട്ടെ? എടുത്തോ. കൂടാതെ അങ്ങേരുടെ വാലറ്റ പേര് വിളിച്ചാലേ അങ്ങേർക്ക് തൃപ്തിയാകൂ. ശ്രീനിവാസ അയ്യർ. കാരണം ബ്രാഹ്മണനാണെന്ന് കാണിച്ചാൽ മുകേഷ് ഏട്ടൻ എന്തോ വലിയ തൃപ്തിയാണ്. അത് ചാണകത്തിന്റെ വേറൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. മുകേഷ് ഏട്ടന്റെ ഭാര്യ ഉർവശി ചേച്ചിയാണെങ്കിൽ ഒരു ടീച്ചറാണ്, മാത്രമല്ല ഒരു യൂട്യൂബർ കൂടിയാണ്. മുകേഷ് ഏട്ടനെ വെച്ച് നോക്കുമ്പോൾ അല്പം പ്രോഗ്രസീവ് ആണ് ഉർവശി ചേച്ചി. അപ്പോൾ ട്രിവാൻഡ്രത്ത് ചാണകവും മൂത്രവും ഉൾപ്പെടെ പശുവിന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കട നടന്നു പോകുന്നത് തന്നെ മുകേഷ് ഏട്ടൻ ശിങ്കിടികളും ഉള്ളത് കൊണ്ടാണ്. നിന്നോട് ഈ ചെടിക്കാനാ പറഞ്ഞേ. ഈ ചെടിയല്ലോ. പിന്നെ റീൽസ് എടുത്ത് വിറപ്പിക്കുന്ന ഫ്ലാറ്റ് സെക്യൂരിറ്റി, പാരദൂഷണം പറഞ്ഞു നടക്കുന്ന ഫ്ലാറ്റ് ലേഡീസ്, അവരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ. പിന്നെ നമ്മുടെ കരമനയുടെ കാര്യം പറയുകയേ വേണ്ട. ഇങ്ങേരാണെങ്കിൽ മറ്റൊരു സംസ്കാരോളിയാണ്. അങ്ങേർക്കാണെങ്കിൽ ഭാര്യ എപ്പോഴും സെറ്റ് സാരി കൊടുത്ത് മുല്ലപ്പൂവും ചൂടി നടക്കണം, എങ്കിലേ അങ്ങേർക്ക് മൂടാകൂ. മുല്ലപ്പൂവൊക്കെ ചൂടി നിന്റെ ഈ ഒരു നിപ്പുണ്ടല്ലോ, ഇത് കാണുമ്പോൾ നയനസുഖം. പക്ഷെ ഇതിലെ രസമെന്തെന്നാൽ അങ്ങേരുടെ ഭാര്യയായ ഈ കുലസ്ത്രീ ഒരു ടീച്ചറാണ്. എന്നിട്ട് പഠിപ്പിക്കുന്ന സ്കൂളോ അല്ല മീൻ സ്കൂൾ. ഈ വക്കീലിന്റെ ഭാര്യ ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്? അല്ല മീൻ പബ്ലിക് സ്കൂൾ. മുകേഷ് ഏട്ടൻ കൂടെയുള്ള സംസ്കാരവളി കരമനയുമായി സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ മുകേഷ് ഏട്ടന്റെ അമ്മ 2 പേർക്കും ചായ കൊടുക്കും. ഒരെണ്ണം പിച്ചള ഗ്ലാസ്സിലും ഒരെണ്ണം സ്റ്റീൽ ഗ്ലാസ്സിലും. പിച്ചള ഗ്ലാസ്സിലെ ചായ വലിയ കാര്യത്തിൽ എടുക്കാൻ പോയ സംസ്കാരവളിയെ അതെടുക്കണ്ട, നീ സ്റ്റീൽ ഗ്ലാസ്സിലെ ചായ എടുത്ത് കുച്ചാ മതി എന്നും പറഞ്ഞ് മുകേഷ് ഏട്ടന്റെ അമ്മ ഊക്കിവിടും. അതായത് ബ്രാഹ്മണനായ മുകേഷ് ഏട്ടന് കൂടിയ പിച്ചള ഗ്ലാസ്സിലും കൂടെ വന്ന ലോക്കലിനെ സ്റ്റീൽ ഗ്ലാസ്സിലും. ഒന്നാം തരമായി ജാതി വിവേചനവും ബ്രാഹ്മണ മേൽക്കോയ്മയും കാണിക്കുന്ന സീൻ. എന്നിട്ട് കൂടെ വന്നയാൾക്ക് അതൊരു തെറ്റായി തോന്നുന്നില്ല, മറിച്ച് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണൻ ജനിച്ചാൽ മതിയായിരുന്നു. അതങ്ങനൊരു ഈ കാലത്തും ഈ കൺസെപ്റ്റൊക്കെ എടുത്ത് സിനിമയാക്കുന്ന ഡയറക്ടറെ സമ്മതിക്കണം. കരമനയുടെ വേറെ ഐറ്റംസ് ഇനിയുമുണ്ട്. മൊത്തത്തിൽ സിനിമയിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഊക്ക് കിട്ടാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ കരമനയേട്ടനെ. ദേശീയവാദിയായ ശിവജി, നരാധമനായ ഔറംഗസീബിനെ തുണ്ടമായി വെട്ടി നുറുക്കിയ മഹാൻ. താൻ പറയുന്ന ഈ മണ്ടത്തരങ്ങളൊക്കെ വെള്ളം തരാതെ വിഴുങ്ങാൻ വേറെ ആള് നോക്കണം. പുള്ളിക്കും ടീംസിനും കിട്ടാമാണ് അടുത്ത ഊക്ക്. കണ്ടോളൂ. അന്യമതസ്ഥർ പ്രാർത്ഥനയൊക്കെ മൈക്കിൽ കൂടി അടിച്ചുവിടുന്നത് കൊണ്ട് ശബ്ദമലിനീകരണം എന്നും പറഞ്ഞ് പോലീസിന് പരാതി കൊടുക്കാൻ പോവുകയാണ് കരമനയും ടീംസും. അല്ല കരമനയേട്ടാ, പ്രാർത്ഥന മാത്രമേ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്നുള്ളൂ. ഏത് പരിപാടിയാണെങ്കിലും ഒരുപാട് ഉച്ചത്തിൽ വെച്ചാൽ ശബ്ദമലിനീകരണമല്ലേ? അപ്പോൾ എല്ലാത്തിനും പരാതി കൊടുക്കണമല്ലോ. ഒരു പൊട്ടന് കാര്യം മനസ്സിലായി, എന്നിട്ട് മറ്റേ പൊട്ടന് മനസ്സിലായിട്ടില്ല. അങ്ങനെ പോലീസിന്റെ കയ്യിൽ നിന്നും കിട്ടാനുള്ളത് മേടിച്ച ശേഷം ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട് അടുത്ത വീട്ടിലെവിടെയോ സ്വസ്ഥമായിരുന്ന പശുവിനെ അതിന്റെ വീട്ടുകാർ ബഹുമാനിക്കുന്നില്ല എന്നും പറഞ്ഞ് ആ പശുവിനെ സ്വന്തമായി വാങ്ങി ഫ്ളാറ്റിൽ കൊണ്ട് കെട്ടിയിടാൻ നോക്കുന്ന പൊട്ടനാണ് മുകേഷ് ഏട്ടൻ. അതിനിടയ്ക്ക് ഒരാവശ്യവുമില്ലാതെ പശുവിനെ കൊഞ്ചിക്കാൻ പോയ വെറുപ്പിക്കൽ സെക്യൂരിറ്റിക്ക് പശു ഒരു പണി കൊടുക്കും. സംസ്കാരവും പറഞ്ഞു നടക്കുന്ന പോലെ ഈസിയായ പണിയാണെന്ന് കരുതി വാങ്ങിയ പശുവിനെ കൊഞ്ചിച്ച് ഫ്ളാറ്റിൽ നിന്നും അഴിച്ചു മാറ്റാൻ പോയ മുകേഷ് ഏട്ടനിട്ടും പശുവിന്റെ നല്ലൊരു ചവിട്ട് കിട്ടും. അതോടെ കഴുത്തിൽ ബെൽറ്റ് ഇടേണ്ടി വന്ന അങ്ങേരുടെ പശുപ്രേമം അതോടെ അങ്ങ് തീരും. പിന്നെ ഗോമൂത്രം ഔഷധമാണെന്ന് പറഞ്ഞു നടന്ന മുകേഷ് ഏട്ടന് ഗോമൂത്രം കലക്കിയ കഷായം കൊടുത്തപ്പോ കിടന്നങ്ങ് മോങ്ങുകയാണ്. അപ്പോൾ ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ. സ്വന്തം കാര്യത്തിൽ ഗോമൂത്രം ഇഷ്ടമല്ല അല്ലേ? അതിനിടയ്ക്ക് ലിഫ്റ്റിൽ സ്വസ്ഥമായി സല്ലപിക്കുന്ന പിള്ളേരെ ഒരു ആവശ്യവുമില്ലാതെ പേടിപ്പിക്കുന്നതാണ് സൈക്കോ ഉർവശി ചേച്ചിയുടെ മറ്റൊരു പണി. കൂടാതെ സിനിമയിലെ മറ്റൊരു അപരാധമാണ് ഭാരതീയ സംസ്കാരത്തെ പറ്റി മുകേഷ് ഏട്ടനും ടീംസിനും ക്ലാസ് എടുക്കുന്ന ഈ പ്രമുഖൻ. പശുവിന്റെ കൊമ്പുകൾക്കിടയിൽ റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പോലും നിശബ്ദമാകും.
അങ്ങനെ ഈ അപരാധമൊന്നും സഹിക്കാൻ വയ്യാതെ മുകേഷേട്ടന്റെ മകനായ നമ്മുടെ ബോംബേട്ടൻ ദുബായിലേക്ക് പോകാൻ തീരുമാനിക്കും. നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ദുബായ് എന്നൊക്കെ പറഞ്ഞ് മുകേഷേട്ടൻ ബോംബേട്ടനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ സംസ്കാരമുള്ളവരുടെ കൂടെ എനിക്ക് ജീവിക്കാൻ വയ്യ എന്നും പറഞ്ഞ് ബോംബേട്ടൻ ദുബായിലേക്ക് രക്ഷപ്പെടും. ദുബായിലെ ബോംബേട്ടന്റെ ഫ്രണ്ടാണ് നമ്മുടെ ഷൈൻ. മാത്രമല്ല അവിടെ ഒരു മുസ്ലിം പെണ്ണുമായിട്ട്, അതായത് ദുർഗേച്ചിയുമായി ബോംബേട്ടൻ വൻ പ്രേമത്തിലാണ്. മാത്രമല്ല ദുർഗേച്ചിയുടെ അച്ഛൻ ഈസ് ഡാം റിച്ച്. ചാക്കോച്ചൻ റിസപ്ഷന് ഞാൻ ബെൻസിൽ പോണോ റോൾസ് റോയ്സിൽ പോണോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ അറബി വേഷവും ധരിച്ചു കിടക്കുന്ന ബോംബേട്ടനെ കണ്ട് മുകേഷേട്ടൻ ഞെട്ടുന്നത്. ഇത് കണ്ട് ടെൻഷനായ മുകേഷേട്ടൻ പരിചയമുള്ള ഒരാളെ വിട്ട് കാര്യങ്ങൾ അന്വേഷിക്കും. അതോടെ ഏതോ മുസ്ലിം പെണ്ണുമായി ബോംബേട്ട സെറ്റാണെന്ന് കേട്ടതും എടാ സംസ്കാരദ്രോഹി എന്നും പറഞ്ഞ് അപ്പോൾ തന്നെ മുകേഷേട്ടൻ ദുബായിക്ക് പ്ലെയിൻ കയറും. ഇത്രയും ഷോ കാണിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? പക്ഷേ ദുബായൊക്കെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ മുകേഷേട്ടൻ അവിടുത്തെ കാഴ്ചകൾ കണ്ട് കണ്ണ് തള്ളിയപ്പോൾ അവിടെ മുഴുവൻ ചുറ്റിക്കണ്ട് ഹാപ്പിയായി നടക്കും. മകനെ നന്നാക്കാൻ വന്നാണെന്ന കാര്യം പോലും അങ്ങേര് മറന്നുപോകും. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? അങ്ങനെ ഒരു ദിവസം മുകേഷൻ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ വെയിറ്ററായി നിൽക്കുന്നത് മറ്റാരുമല്ല ഗൈസ്, മുകേഷേട്ടന്റെ സ്വന്തം പ്രമുഖ്. നാട്ടിലെ സകല മനുഷ്യർക്കും സംസ്കാരത്തിന് ക്ലാസ് എടുക്കുന്ന സംസ്കാരോളി ഇപ്പൊ ദുബായിൽ വെയിറ്ററായി ജോലിക്ക് നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് ആകെ ഞെട്ടി കണ്ണ് തള്ളിയിരിക്കുകയാണ് നമ്മുടെ മുകേഷേട്ടൻ. ഈ സാഹചര്യങ്ങളിലെ സമ്മർദ്ദം എന്നൊക്കെ പറയില്ലേ, അതാ അപ്പോഴാണ് മുകേഷേട്ടന് മനസ്സിലാകുന്നത് ജീവിക്കണമെങ്കിൽ സംസ്കാരോട് ചമഞ്ഞിട്ട് കാര്യമില്ല, പണിയെടുക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസം ബോംബേട്ടന്റെ വെള്ളമടിക്കുന്ന വീഡിയോ മുകേഷേട്ടൻ കണ്ടതും ആ കഞ്ചാവ് ഷൈനാണ് എന്റെ മോനെ നശിപ്പിക്കുന്നതെന്നും പറഞ്ഞ് മുകേഷേട്ടൻ ഷൈനുമായി അടിയുണ്ടാക്കും. ഇത്രയും വയസ്സായ മകൻ വെള്ളമടിക്കുന്നതിന് കൂട്ടുകാരെ പറയുന്നതിന് പകരം സ്വന്തം മകനെ ഉപദേശിച്ചാൽ പോരെ മുകേഷേട്ട. ഷൈനുമായി ഡാഡി അടിയുണ്ടാക്കിയതറിഞ്ഞ ബോംബേട്ടൻ വീട്ടിൽ ചെന്ന് മുകേഷേട്ടനുമായി അടിയുണ്ടാക്കും. അത് കണ്ട ബോംബേട്ടന്റെ അമ്മ ബോംബേട്ടന്റെ കാറിനെ കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കും. അതോടെ സെഡായ ബോംബേട്ടൻ കരഞ്ഞു മെഴുകി വീട്ടിൽ നിന്നിറങ്ങി മരുഭൂമിക്ക് പോകും. അങ്ങനെ കാണാതായ ബോംബേട്ടനെ തേടി ഷൈനും കൂട്ടരും ഇറങ്ങും. രാത്രിയായപ്പോൾ ഇനിയും മുന്നോട്ട് പോകുന്നത് റിസ്ക് ആണെന്നും പറഞ്ഞ് ഷൈൻ ചേട്ടന്റെ കൂടെയുള്ളവരൊക്കെ സ്ഥലം വിടും. അങ്ങനെ ഷൈൻ ഒറ്റയ്ക്ക് ബോംബേട്ടനെ തപ്പിയിറങ്ങും. അങ്ങനെ തപ്പി ഒടുവിൽ അങ്ങനെ ബോംബേട്ടനെ കണ്ടെത്തും. അത് കണ്ടതും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് നാവ് കൊണ്ട് മുകേഷേട്ടൻ ഷൈനോട് മാപ്പും പറഞ്ഞ് കെട്ടിപ്പിടിക്കും. ഞങ്ങളുടെ ജീവിതമാണ് തിരിച്ചു തന്നത്. ഓ ഇത് കണ്ട് ഞങ്ങളിപ്പോ കരയണമായിരിക്കും. അങ്ങനെ എന്റെ സീനിൽ എല്ലാവരും ഒരുമിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒരുമിക്കുകയാണ്. അവസാനം സംസ്കാരോളി മുകേഷേട്ടന്റെ ഫാമിലിയും സംസ്കാരമൊക്കെ വിട്ട് ദുബായിൽ സെറ്റിലായി ചിൽ ചെയ്ത് നടക്കും. അപ്പൊ ഇങ്ങേരുടെ സംസ്കാരോളി പ്രകടനം കണ്ട് നാട്ടിൽ ഇങ്ങേരുടെ കൂടെ നടന്നവരാരായി? അങ്ങനെ ഈ അപരാധ പടം തീർന്ന്.